പരാശക്തി നമ്മുടെ ശിവകാർത്തികേയൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ്. ആക്ച്വലി ഈ സിനിമയെ പറ്റി പറയുന്നതിന് മുന്നേ എനിക്ക് എൻ്റെ ഈ വർഷത്തിൻ്റെ തുടക്കത്തിനെ പറ്റി പറയേണ്ടി വരും. എൻ്റെ ഈ വർഷം തുടങ്ങിയത് ആക്ച്വലി അത്രയ്ക്കും മികച്ചതായിട്ടല്ല. കാരണം ഞാൻ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ പുതിയതായി കണ്ട സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പ്രഭാസിൻ്റെ രാജാസാബായിരുന്നു. ആ ഒരു പടത്തിനെ പറ്റി എനിക്കിപ്പോൾ അവിടെ സംസാരിക്കാൻ ആഗ്രഹമില്ല. അതിനെപ്പറ്റിയുള്ള എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഓൾറെഡി ഒരു വീഡിയോ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് പോയി നിങ്ങൾ കണ്ടോളിൻ. ആൻഡ് ഈ ഒരു സിനിമയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ രാജാസാബിൻ്റെ ക്ഷീണം ഈ സിനിമ മാറ്റും എന്നുള്ളൊരു പ്രതീക്ഷയോടെ തന്നെയാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത്. ആൻഡ് ക്ഷീണം മാറ്റൂ എന്ന് ചോദിച്ചാൽ ക്ഷീണം മാറ്റിയില്ല. പക്ഷേ എന്നാലും അതും പറഞ്ഞ് ഇതൊരു എ ക്ലാസ് ഗുണ്ട് പടമല്ല, ഇതൊരു കുഴപ്പമില്ലാത്ത കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് പരാശക്തി ഫീൽ ചെയ്തത്. അതിന് കുറേ കാരണങ്ങളുണ്ട്. ബട്ട് ആ കാരണങ്ങളിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്തായാലും നല്ല കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. ആദ്യം തന്നെ പെർഫോമൻസസ് എന്ന് തുടങ്ങാം. അതിലെടുത്ത് പറയേണ്ട പേര്, ഫോർ മീ പേഴ്സണലി മൈ ഫേവറേറ്റ് പെർഫോമർ ഓഫ് ദിസ് മൂവി അത് നമ്മുടെ രവി മോഹൻ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ജയം രവി. ആണൻ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു മാൻ. ഒരു പക്ക പ്യുവർ വില്ലൻ പരിപാടി, അഥവാ ഒരു അംശം പോലും നന്മയില്ലാത്ത ഒരു പക്ക വില്ലൻ ക്യാരക്ടറായിട്ടാണ് സിനിമയിൽ വരുന്നത്. ശരിക്കും നമുക്ക് ചില സീൻസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരു കൊടുത്താലോ എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ലെവൽ പെർഫോമൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. രവി മോഹൻ കലക്കി അഭിനയിച്ചു. അതുപോലെ ശിവകാർത്തികേയൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാ സിനിമകളും പോലെ തന്നെ ഇവിടെ നല്ല കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ ശ്രീലീല ആക്ച്വലി കിട്ടിയ റോള് നല്ല വൃത്തിക്ക് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ കൊടുത്ത റോളിനെ പറ്റി എനിക്ക് കുറച്ച് പറയാനുണ്ട്, അത് നമുക്ക് എളുപ്പം തന്നെ പറയാം. പിന്നെ അഥർവ ആക്ച്വലി നന്നായിട്ട് തന്നെ ചെയ്തിട്ടു ആ റോള്. അഥവാ ഒരു യങ് ബ്ലഡ്, അഥവാ എടുത്തുചാട്ടക്കാരൻ എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ക്യാരക്ടർ വളരെ നന്നായിട്ട് തന്നെ ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ പെർഫോമൻസ് വൈസ് എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ടെക്നിക്കൽ ആസ്പെക്ട്സിലേക്ക് വരുമ്പോൾ പടം ടോപ്പ് നോച്ച് ആണ്. അതിപ്പോൾ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും കളർ ഗ്രേഡിംഗ് ആണെങ്കിലും പ്രൊഡക്ഷൻ ഡിസൈൻ, മേക്കപ്പ്, കോസ്റ്റ്യൂം ഡിസൈൻ. ഈ ഒരു പടം നടക്കുന്ന ഒരു ലേറ്റ് 50s early 60s കാലഘട്ടത്തിലാണ്. ആ ഒരു കാലഘട്ടത്തിലേക്ക് ഓഡിയൻസിലേക്ക് കൊണ്ടുപോകുന്നതിന് നന്നായിട്ട് ഈ പടത്തിൻ്റെ വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. വിഷ്വൽ മാത്രമല്ല, ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് നല്ല കിടിലം വർക്ക് ചെയ്തിട്ടുണ്ട്. ഓഡിയോ പറയുമ്പോൾ എടുത്തു പറയേണ്ട പേരാണ് GV പ്രകാശ് കുമാർ. അന്യായ ലെവൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ജെനുവലി കിടിലം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ പാട്ടുകളൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ എഗെയിൻ പാട്ടുകളെ പറ്റി എനിക്ക് കുറച്ചുകൂടി പറയുന്നുണ്ട്. അപ്പോൾ അതും പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തായാലും ഈ പടത്തിൽ എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് ശ്രീലീലേൻ്റെ ക്യാരക്ടറും അതുപോലെ ആ ഒരു ലവ് ട്രാക്കും. സത്യസന്ധം പറയില്ല, ആ ഒരു ക്യാരക്ടർ ആണെങ്കിൽ ആ ഒരു ലവ് ട്രാക്ക് ആണെങ്കിൽ അവർ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും അതൊരുമാതിരി റബ്ബർ ബാൻഡ് വലിച്ച് നീട്ടി വെക്കുന്ന പോലെയാണ് അവർ വലിച്ച് നീട്ടി വെച്ചിരിക്കുന്നത്. അഥവാ ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ തന്നെ പറയാൻ തുടങ്ങും, അഥവാ നമുക്ക് മനസ്സിലായി ഇനി മുന്നോട്ടേക്ക് പോകൂ എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ അവർ അത് വലിച്ച് നീട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുറേ അനാവശ്യമായ പാട്ടുകളും കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. എഗൻ പാട്ടുകളൊക്കെ നല്ല രസമുണ്ട്. അതുപോലെ ശിവകാർത്തികേയൻ്റെ ശ്രീലീലിൻ്റെ ഡാൻസൊക്കെ കിടിലുണ്ട്. പക്ഷെ എന്നാലും പാട്ടുകളുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ ഈ പാട്ടുകളും അതുപോലെ ഈ ലവ് ട്രാക്ക് എന്നെ വെട്ടിച്ചുരുക്കിയതാണെങ്കിൽ ഈ പടം 2.25 മണിക്കൂറിന് 2.5 വേണമെങ്കിൽ 2.25 മണിക്കൂർ വരെ ആയേനെ. അങ്ങനെയാണെങ്കിൽ ഈ സിനിമ കുറച്ചും കൂടി ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തേനെ. പിന്നെ അതുപോലെ ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ ആക്ച്വലി വളരെ ഇമോഷണലി ചാർജ്ഡ് ആയിട്ടുള്ളൊരു പടം. അഥവാ ഇത് കുറേയധികം പൊളിറ്റിക്സ് സംസാരിക്കുന്ന, കുറേയധികം ഇഷ്യൂസിനെ പറ്റി സംസാരിക്കുന്ന ഒരു മെസ്സേജ് ഓഡിയൻസിലേക്ക് എത്തിപ്പിക്കാൻ നോക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയാകുമ്പോൾ അത് ഇമോഷണലി വളരെയധികം ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ ഞാൻ സത്യസന്ധമായി പറയാലോ, എന്നിൽ ഈ സിനിമ ഇമോഷണലി അത്രയ്ക്കും വലിയൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തില്ല എന്നുള്ളതാണ് എൻ്റെ സത്യാവസ്ഥ. അവിടെ ഇവിടെ കേട്ട് ഒരു പരിധി വരെ ഇമോഷണലി എനിക്ക് കണക്റ്റ് ആയെങ്കിൽ പോലും പിന്നെ കുറച്ച് ഷോക്ക് വാല്യൂ പരിപാടികളൊക്കെ ഉണ്ട്. അഥവാ ഈ രവി മോഹൻ്റെ ക്യാരക്ടർ ചെയ്യുന്ന ചില പരിപാടികളൊക്കെ ജെനുവൻലി ഷോക്കിംഗ് ആയിരുന്നു. ആ ഷോക്ക് വാല്യൂവും എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലി ഈ പടം എന്നിൽ വലിയൊരു രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തില്ല. അഥവാ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആ ഒരു മെസ്സേജ് എന്നിൽ എത്തിയോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്കും ഇമ്പാക്റ്റോടെ എത്തിയില്ല എന്നുള്ളതാണ് സത്യം. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, എല്ലാവർക്കും ഇങ്ങനെ ആവണം എന്നില്ല. ബട്ട് ദാറ്റ്സ് മൈ എക്സ്പീരിയൻസ് വിത്ത് ദ മൂവി. അതുപോലെ ഈ പടത്തിൻ്റെ ക്ലൈമാക്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ക്ലൈമാക്സ് എനിക്ക് പേഴ്സണലി വളരെ ഓവർ ദ ടോപ്പായി തോന്നി. അഥവാ അതുവരെ ഈ പടത്തിൽ അവരൊരു മീറ്റർ പിടിച്ച് പോകുന്നുണ്ട്. ബട്ട് അവസാനമൊക്കെ എത്തിയപ്പോൾ ആ മീറ്ററൊക്കെ എടുത്ത് വേസ്റ്റ് ഡസ്റ്റ്ബിനിലേക്ക് ഇട്ട് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ ആ എൻഡിങ് ഒക്കെ എനിക്ക് പേഴ്സണലി അൺഇൻറ്റൻഷനലി ഫണി ആയിട്ടാണ് ഫീൽ ചെയ്തത്. അങ്ങനെ മൊത്തത്തിൽ ക്ലൈമാക്സ് ആക്ച്വലി ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു. ആൻഡ് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് ഗുണ്ട് പടമാണെന്ന്. ബട്ട് അങ്ങനെയൊന്നുമില്ല. ആക്ച്വലി ഈ പടത്തിൽ കുറേ നല്ല കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ പടത്തിൻ്റെ ഓപ്പണിംഗ് സീക്വൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ ഇൻ്റർവെല്ലിൻ്റെ 20 മിനിറ്റ് മുന്നേ ഉള്ള പോർഷനൊക്കെ വേറെ അന്യായ ലെവലായിരുന്നു കേട്ടോ. അന്യായ ലെവൽ ഹൈയിലാണ് ആ ഒരു ഇൻ്റർവെല്ലിൽ നമ്മളെ കൊണ്ടുപോയി നിർത്തുക. അതൊക്കെ കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെയൊക്കെയോ വരുമെന്ന് പ്രതീക്ഷിച്ചു. ബട്ട് ആ ഒരു ലെവലിലേക്ക് എത്തിയില്ല. എഗൻ സെക്കൻഡ് ഹാഫ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, അത് പ്രതീക്ഷ ആ ഒരു ലെവലിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. ബട്ട് എന്തൊക്കെയാണെങ്കിലും പിന്നെ ഈ പടത്തിൽ കുറച്ച് ക്യാമിയോ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ, ഒരു 1-2 ക്യാമിയോ ഒക്കെ. അതൊന്ന് ഒരെണ്ണം എനിക്ക് പേഴ്സണലി ഭൂലോക ദുരന്തമായിട്ടാണ് ഫീൽ ചെയ്തത്. ശരിക്കും ആ ഒരു നടനെ കൊണ്ടുവന്ന് അപമാനിച്ച് വിട്ട പോലെ ഫീൽ ചെയ്തു. ബട്ട് രണ്ടാമത്തെ പിന്നെയും ഭേദപ്പെട്ടതായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. അഥവാ
തിയേറ്ററിൽ ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഓളമൊക്കെ സൃഷ്ടിച്ച ഒരു ക്യാമിയോ ആയിരുന്നു അത് ഞാൻ നന്നായി എൻജോയ് ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ ഒരു കുഴപ്പമില്ലാത്തൊരു പടം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. പക്ഷേ എനിക്ക് അതിൽ പറയുന്നത് നല്ല സങ്കടമുണ്ട്. കാരണം ഇത് ജെനുവൻലി ഒരു വേറെ ലെവൽ പടം ആക്കാമായിരുന്നു അവർക്ക് വേണമെങ്കിൽ. ഭയങ്കര ഇമോഷണലി ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ കണ്ണുനീരൊക്കെ വന്ന് നമ്മളെ ശരിക്കും ഒരു ഭയങ്കര ഹെവി പടം ആവണമായിരുന്നു. ബട്ട് ആ ഒരു ലെവലിലേക്ക് എത്തിയില്ല മാൻ. ആൻഡ് അത് പറയുന്നതിൽ എനിക്ക് നല്ല നിരാശയുണ്ട്. എസ്പെഷ്യലി സുധാ കൊങ്കരയുടെ പടം ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി പ്രതീക്ഷിച്ചു. ബട്ട് എന്തൊക്കെയാണെങ്കിലും അതാണ് എൻ്റെ ഒപ്പീനിയൻ ഓൺ പരാശക്തി. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷൻ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വാർത്തകൾ. ആൻഡ് ഐ വിൽ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.